everyone, this is Krishnavini and I'm a master student in clinical psychology. അപ്പോൾ ഒരു പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ഓർത്തു. ഒരു പാസ്റ്റ് ഫ്യൂ വീക്സ് ടു മന്ത്സ് ആയിട്ട് നമ്മൾ ന്യൂസിൽ കുറച്ച് കാണുന്ന കുറച്ച് ടോപ്പിക്ക്. സോ ഐ തോട്ട് വൈ ഇറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ടോപ്പിക് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ലെറ്റ്സ് ലുക്ക് അറ്റ് സം സ്ക്രീൻഷോട്ട്സ് ദറ്റ് ഐ ഹാവ് ടുക്ക് ഫ്രം ന്യൂസ് ചാനൽസ്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്. ഇത് പുതുക്കാടിയിലുണ്ടായ സംഭവമാണ്. മോൻ ഇതുപോലെ അമ്മേനെ കൊന്നു. സോ ഇതിൻ്റെ കാരണം ഡ്രഗ്സിന് ഉള്ള പൈസ കിട്ടിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ അടുത്ത ന്യൂസ് ഇതാണ്. ഇത് കൊല്ലത്തുണ്ടായതാണ്. അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനെയും കൊന്നു. ആളെ കിട്ടിയത് ജമ്മുന്നാണ്. ഇതും സെയിം കാരണം തന്നെയായിരുന്നു. ഡ്രഗ്സിനുള്ള പൈസ ചോദിച്ചു, തന്നില്ല. സോ ആ ടൈമിലുണ്ടായ ഒരു ഇതിന് കൊന്നു കളഞ്ഞു. നെക്സ്റ്റ് ഈ ഒരു സംഭവം, ഇതിൻ്റെ വീഡിയോസ് മിക്കവാറും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയാസിലൊക്കെ ആയിട്ട്. സോ ഇത് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പാലക്കാട് ഉണ്ടായ ഒരു സംഭവമാണ്. ആ കുട്ടി സ്കൂളിൽ, എല്ലാ സ്കൂളിലും ഉള്ളതുപോലെ തന്നെ ആ സ്കൂളിലും ഒരു റൂൾ ഉണ്ടായിരുന്നു. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല, നാച്ചുറലായിട്ട്. ആ കുട്ടി അത് കൊണ്ടുവന്നു. അപ്പുറത്തിരിക്കുന്ന പ്രിൻസിപ്പളാണ് അത് മേടിച്ചു വെച്ചു. ഉണ്ടായ പ്രശ്നം അത് ഉണ്ടായപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലും എന്നുള്ളൊരു ഭീഷണി വരെ ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എന്തുകൊണ്ടാണ് വൈ ക്രൈം ഇസ് ഹാപ്പനിങ് എന്നുള്ള ഒരു വൈ ക്രൈം എന്ന് ഞാൻ മൊത്തത്തിലെടുത്ത് പറയുന്നില്ല. കുട്ടികളുടെ ഇടയിൽ എന്തുകൊണ്ട് ഈ ഒരു ക്രൈമിനുള്ളൊരു കാരണം എന്താവുന്നു, കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ആ കുറച്ച് ഫാക്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ ഐ എം ഓൾസോ ഇൻക്ലൂഡിങ് സം ഡിസോർഡേഴ്സ്, സൈക്കോളജിക്കലി ഡിസോർഡേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻഫോർമേഷന് വേണ്ടിയിട്ട്, അറിയാത്ത ആൾക്കാർക്ക് അറിഞ്ഞ് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് ഒരു 3 ഡിസോർഡേഴ്സ് ക്രൈമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഗോണ ഡിസ്കസ് ഇൻ ദ വീഡിയോ. അപ്പോൾ നമുക്ക് കോഴ്സസിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് നമ്പർ 1 കോഴ്സായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് സാധനം ജീൻ, GENE, ജീൻ. സോ എന്താണ് ജീൻസ്? നമ്മൾ നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും അതുപോലെ നമ്മുടെ കുട്ടികൾക്കും കിട്ടുന്നതുമായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള ബ്ലഡ് വഴി ട്രാൻസ്ഫർ ആവുന്ന സാധനമാണ് ജീൻ എന്നുള്ളത്. ക്രോമസോംസ് വഴിയാണത് ട്രാൻസ്ഫർ ആവുക. സോ ഇത് നമ്മുടെ മാത്രം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക അങ്ങനെയല്ല. ഇതൊരു ഫാമിലി, നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ ജീൻസ് ഉണ്ടാവും. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സാധനമാണ് ജീൻ. അപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ദർ ഈസ് സമ്മൺ ഹൂ ഈസ് വെരി അഗ്രസീവ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഫാമിലിയിൽ അമ്മാവനോ മുത്തശ്ശനോ ആരും ആയിക്കോട്ടെ, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആൾക്കാർ, വീട്ടുകാരെ ഉപദ്രവിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇങ്ങനെ വല്ല ക്രൈംസിൽ പെടുന്ന ആൾക്കാർ. സോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്ലഡിൽ വരുന്ന കുറച്ച് തലമുറകളിലേക്ക് വരുന്നവർക്കും അതിൻ്റെ ഒരു അംശം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള മുത്തശ്ശനോ ആരെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി വരുന്ന തലമുറകളെല്ലാവരും കുറ്റം ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാനോ ഉള്ള ഇതുണ്ട് എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു ചെറിയൊരു ഡിസ്പൊസിഷൻ അവിടെ ഉണ്ടാവും. ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിനായിട്ടുള്ളൊരു കാരണം അവിടെ ഉണ്ടാവും. കാരണം ആ ഒരു ജീൻ ട്രാൻസ്ഫർ ആയി വരുന്നത് കൊണ്ട് തന്നെ ആ ജീനിൻ്റെ ഉള്ളിലുള്ള അഗ്രഷനും ടെമ്പർമെൻറ്റും എല്ലാം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ ഒരിക്കലും ഒരു ക്രൈം ചെയ്യാനോ ആയിട്ടാവില്ല. അതിൻ്റെ ഒപ്പം ജീൻ പ്ലസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വരുമ്പോഴേ, അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് ഫാക്ടർ വരുമ്പോൾ മാത്രമേ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരും ആവട്ടെ ഒരു ക്രൈം, അഗ്രസീവ് തോട്ട്സ്, അഗ്രസീവ് ബിഹേവിയേഴ്സിലേക്കൊക്കെ വരുള്ളൂ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജീനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് കൂടുതൽ മാറ്റാനായിട്ട് അവർക്കുള്ള സാഹചര്യങ്ങൾ, എൻവയോൺമെൻറ്റലായിട്ട് സിറ്റുവേഷനായിട്ട് അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ നന്നാക്കി കൊടുക്കും. അതോടുകൂടി ഒരു പരിധി വരെ ജീനിലുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഭയങ്കര പ്രഷർ വരുമ്പോഴാണ് ആ ജീനിൽ ഓൾറെഡി ഉള്ള എന്തെങ്കിലും ഡിസ്പോസിഷൻസ് ട്രിഗർ ആവുന്നതും ആ കുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വരുന്നതും. പക്ഷെ ആ ഒരു എൻവയോൺമെൻ്റ് ഒക്കെ ഒന്ന് സുരക്ഷിതമാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ ജീനിൻ്റെ ഒരു പ്രശ്നം ഒന്ന് ഒഴിവാക്കാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു കുട്ടി ആയിക്കോട്ടെ, ഒരു കുട്ടിയുടെ അച്ഛൻ വല്ല ഇതുപോലെ അഗ്രസീവ് ഇതിലോ വല്ല ക്രൈമൊക്കെ ചെയ്തിട്ട് ജയിലിലാണ് എന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടീനോട് വീട്ടുകാരായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരായിക്കോട്ടെ, ആരും ആവാം, അവർ ചെന്നിട്ട് നീയല്ലേ, നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം തന്നെ നിനക്ക് വരുള്ളൂ എന്നുള്ള ആ ഒരു വാക്കോ ആ ഒരു സെൻറ്റൻസോ ദയവ് ചെയ്ത് പറയാതിരിക്കും. കാരണം ആ ഒരൊറ്റ സെൻറ്റൻസ് മതി ആ കുട്ടീനെ ചിലപ്പോൾ മെൻ്റലി അങ്ങനെ ആക്കാനായിട്ട്. ആ കുട്ടീനെ ചിലപ്പോൾ ഓക്കെ, എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും പറയുന്ന പോലെ അതൊരു കുഞ്ഞു കുട്ടിക്ക് ഓക്കെ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് പക്ഷെ ഞാനങ്ങനെ ആവില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധമൊന്നും എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറയണം. എല്ലാവർക്കും ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി ചിലപ്പോൾ ഓക്കെ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ ആവും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, അവിടെ കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെ ആ കുട്ടി ഓക്കെ എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, അപ്പോൾ ആ കുട്ടി ചെയ്യുന്ന എല്ലാത്തിനും അച്ഛനെ എക്സ്റ്റേണലായിട്ട് അച്ഛനെ തന്നെ ആ കുട്ടി പഴിചാരാൻ നോക്കുകയാണ്. എൻ്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ. അപ്പോൾ നമ്മളൊരു സൊസൈറ്റിക്ക് പിന്നെയും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, സൊസൈറ്റിയിലുള്ള എല്ലാവരും അത് ഒത്തിരി ശ്രദ്ധിക്കേണ്ടവരാണ്. നിങ്ങളൊരു കാര്യം പറയണം, നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അത് അപ്പുറത്തിരിക്കുന്ന ഒരാളെ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി കുട്ടികളെ അവരുടെ ഉള്ളിൽ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞിലെ തന്നെ ആ വിശ്വാസമോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റാൻ കുറച്ച് പാടാം. സോ അതുകൊണ്ട് നിൻ്റെ അമ്മാവൻ ഇങ്ങനെയാണ്, നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഡയലോഗ് പൊതുവേ ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഫാക്ടറായിട്ട് നമുക്ക് പറയുന്നതാണ് എൻവയോൺമെൻറ്റ്. ഞാൻ നേരത്തെ ജീൻ്റെ കാര്യം പറഞ്ഞു, ജീൻ പ്ലസ് എൻവയോൺമെൻറ്റ് ആണ് ഒരാളെ അങ്ങനെ ആക്കുക എന്നുള്ളത്. അപ്പോൾ എൻവയോൺമെൻറ്റ് ഇസ് എ വെരി മെയിൻ ഫാക്ടർ. ആക്ച്വലി ഇപ്പോൾ ഞാൻ പറയുന്നതിൽ ഒരു വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എൻവയോൺമെൻറ്റ് തന്നെയായിരിക്കും. എന്താണ് എൻവയോൺമെൻറ്റ് വരിക? എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ അതിൽ വരുന്നൊരു ടെക്നിക്കൽ ടേമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. വാട്ട് ഈസ് ഒബ്സർവേഷണൽ ലേണിംഗ്? നമ്മൾ വേറൊരാളെ കണ്ട് പഠിക്കുകയാണ്, അതാണ് ഒബ്സർവേഷണൽ ലേണിംഗ്. നമ്മൾ പറയില്ലേ അയാളെ കണ്ട് പഠിക്കുക, അയാളെ കണ്ട് പഠിക്കുന്നത് നമ്മൾ പറയും. അതിനെ നമ്മൾ പറയുന്ന ഒരു ടെക്നിക്കൽ ടേമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്സർവേഷണൽ ലേണിംഗ്. സോ ഇത് ഒബ്സർവേഷണൽ ലേണിംഗ് ഒരു പരിധി വരെ വളരെ ശരിയാണെന്നുള്ളത് ക്ലിനിക്കലി, ടെക്നിക്കലി, സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒബ്സർവേഷണൽ ലേണിംഗ് വർക്ക് ചെയ്യുക? നമ്മുടെ വീട്ടിൽ ഉള്ള ആരെങ്കിലും കണ്ട് പഠിക്കുകയാണ്, അതുപോലെയാണ് വർക്ക് ചെയ്യുക. സോ ഇപ്പോൾ ഒരു കുട്ടിയുടെ വീട്ടിൽ അയാളുടെ അച്ഛൻ അമ്മേനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നു, മുത്തശ്ശൻ അമ്മൂമ്മേനെ ഉപദ്രവിക്കുന്നു, അതാണ് ആ കുട്ടി കണ്ട് വളരുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ഉപദ്രവിക്കുന്നു, അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റീനെ ഭയങ്കരമായിട്ട് അവിടുത്തെ അങ്കിൾ ഉപദ്രവിക്കുന്നു. പക്ഷേ ഈ കുട്ടിയുടെ വീട്ടിലും സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. അതുണ്ടാവാത്ത സമയത്ത് അവർക്ക് ഇങ്ങനെ തോന്നും ഓക്കെ എല്ലായിടത്തും ഇങ്ങനെയാണെന്നുള്ളത്. അതേസമയം ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ ആൻറ്റീനെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് സ്വന്തം വീട്ടിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അമ്മയും അച്ഛനും പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ അവിടെ അങ്ങനെ ഉണ്ട്, പക്ഷെ അങ്ങനെ എല്ലാ വീട്ടിലും ഇല്ല, അതുപോലെ ചെയ്യണ്ട, അങ്ങനെ അത് കണ്ട് നമ്മൾ പഠിക്കണ്ട, അതങ്ങനെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ആൽക്കഹോളിൻ്റെയൊക്കെ പിടിയിൽ പെട്ടിട്ടായിരിക്കും ആ പുള്ളി അങ്ങനെ ചെയ്യുന്നത്, മോനെ അത് നോക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദർ ഇറ്റ് സോൾവ്സ്, ഇറ്റ് ഗെറ്റ്സ് ഡൺ ദർ. സോ എന്താണ് ആ കണ്ട് നമ്മൾ വേറൊരാളെ കണ്ട് പഠിക്കുന്നതാണ് അതിൽ മെയിനായിട്ടുള്ളൊരു ഫാക്ടർ. സോ ആ കുട്ടി നോക്കുമ്പോൾ എന്താ കുട്ടിയുടെ വീട്ടിൽ ഫുൾ ടൈം അടിയാണ്, ഓക്കെ അച്ഛൻ അമ്മയെ ദ്രോഹിക്കുന്നു. സോ ആ കുട്ടിയുടെ മൈൻഡിലപ്പോൾ വരുന്ന എന്താണോ ഓക്കെ പെണ്ണിനെ ദ്രോഹിക്കുന്നത് ഇറ്റ്സ് ഫൈൻ ലൈക്ക് ആ അമ്മേനെ അടിക്കുന്നു അതിനിപ്പോൾ എന്താ, അങ്ങനെ വരും അത്. അതുപോലെ തന്നെ മുത്തശ്ശൻ അമ്മൂമ്മേനെയും കൂടെ അടിക്കുന്നത് കണ്ടിട്ടുണ്ടേ ഓക്കെ, അപ്പോൾ എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളെയും ഉപദ്രവിക്കും, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ എന്താ ഈ കുട്ടിക്ക് അമ്മേനെ ഉപദ്രവിക്കാം ഇല്ലേ, അച്ഛനമ്മേനെ ഉപദ്രവിക്കുന്നുണ്ട്, അച്ഛനൊരാണാണ് അതുകൊണ്ട് അച്ഛനെ ഉപദ്രവിക്കുന്നുണ്ട്, അപ്പോൾ ഞാനും ഒരാണാണ്, ഞാൻ വലുതാവുമ്പോൾ ഒരാണാവും, ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ വലുതാവുമ്പോൾ ഒരാണാവും, അപ്പോൾ എനിക്ക് അമ്മേനെ ഉപദ്രവിക്കാം കാരണം അമ്മ ഒരു പെണ്ണല്ലേ. സോ ആ ഒരു സാധനം വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. സോ ഇതെങ്ങനെയാണ് മാറ്റാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് അത് ആ ഒരു എൻവയോൺമെൻറ്റ് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ അച്ഛനും നന്നായിട്ട് അമ്മേനെ അടിക്കുന്നുണ്ട് പക്ഷെ അച്ഛനെ ഇപ്പോൾ നന്നാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേജ് ആണെങ്കിൽ ഒരു 45 അല്ലെങ്കിൽ 55 ഏജുള്ള ഒരാളെ നമുക്ക് നന്നാക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും ഒബ്വിയസ്ലി, കാരണം അയാളുടെ സ്കീമാസും നോംസ് എല്ലാം അയാളുടെ ബ്രെയിനിൽ സെറ്റാണ്. സോ അത് നമുക്കിനി ഒന്നേന്ന് മാറ്റണമെങ്കിൽ വളരെ പണിയാണ്. പക്ഷെ ആ ഒരു കുട്ടിക്ക്, ആ കണ്ട് വളർന്നു വരുന്ന കുട്ടിക്ക് നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൺകുട്ടിയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഭാര്യേനെ അല്ലെങ്കിൽ അമ്മേനെ അല്ലെങ്കിൽ ഒരു പെണ്ണ് ആരും സഹോദരി, ഭാര്യ, ഇനി റിലേഷൻഷിപ്പിലാണെങ്കിൽ വല്ല ഗേൾ ഫ്രണ്ട് ആരും ആയിക്കോട്ടെ, അവരെ ദ്രോഹിക്കുന്നത് അല്ല ഒരു ഹീറോയിസം എന്ന് പറയുന്നത്, അവരെ ദ്രോഹിക്കുന്നതല്ല ഒരു ആണ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ആൺകുട്ടികളാണെങ്കിൽ അമ്മമാരോ ചേച്ചിമാരോ അമ്മൂമ്മമാരോ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയല്ല വേണ്ടത്, ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ് പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു പിയർ ഗ്രൂപ്പിൽ ഭയങ്കരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഇപ്പോൾ ഒരു പെണ്ണിനെ ഉപദ്രവിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വെള്ളം അടിച്ചില്ലെങ്കിൽ ആൽക്കഹോൾ കുടിക്കാത്ത ആളെങ്ങനെയാണാവുക, സിഗരറ്റ് വലിക്കാത്ത ആളെങ്ങനെയാണാവുക, ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സൊസൈറ്റൽ പ്രഷേഴ്സ് മാത്രമാണ്, അല്ലാണ്ട് ഇതൊന്നും ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്, ആൺകുട്ടികളാണെങ്കിൽ വീട്ടിലെ ആൺകുട്ടികളാണെങ്കിൽ കുഞ്ഞു മുതലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. മോനെ ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല ഒരു പെണ്ണിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ആരും ആയിക്കോട്ടെ പെണ്ണിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, പെണ്ണിനെ മാത്രമെന്നല്ല ഏത് ജെൻഡർ ആയിക്കോട്ടെ ആരും ട്രീറ്റ് ചെയ്യേണ്ട ഇങ്ങനെയല്ല, ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇനി പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മിക്ക ഗേൾസിൻ്റെ അടുത്തൊന്നും ഒരുമാതിരി ഏജുള്ള ഒരു ഗേൾസിൻ്റെ അടുത്ത് നമ്മൾ കേൾക്കുന്നതാണ് മേ ബി എനിക്ക് കല്യാണം കഴിക്കേണ്ട എന്നുള്ളൊരിത്. പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ ആരാണെങ്കിലും ചാടിക്കടിക്കാൻ ചെല്ലും, എന്താ കല്യാണം കഴിച്ചാൽ നിനക്ക് പ്രശ്നം, എല്ലാവരും കല്യാണം കഴിച്ചാൽ തന്നെയല്ലേ ജീവിക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ സമാധാനം ഇല്ലാത്തൊരവസ്ഥ ആ കുട്ടി കണ്ടിട്ടുണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വേണമെന്നില്ല വേറെ ഏതെങ്കിലും വീട്ടിൽ ആ കുട്ടി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ
ആ ഒരു സ്കീം ഫോം ചെയ്യാണ്. ഓക്കെ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ഫ്രീഡം ഒക്കെ പോകും, അതുപോലെ തന്നെ എനിക്ക് സമാധാനമായിട്ട് കിട്ടില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എന്നാൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എല്ലാ ആണുങ്ങളും ഒന്നല്ല, എല്ലാവരും ഒരുപോലെ അല്ല. ദെർ ആർ പീപ്പിൾ ഹു ആർ നൈസ്, ഹു ആർ ബ്രോട്ട് അപ്പ് ബൈ വെരി കൈൻഡ്ഫുൾ പാരൻസ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് പോകില്ല. സോ അത് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് പാർട്ട്ണറിനെ കണ്ടുപിടിക്കുമ്പോൾ ആരായിക്കോട്ടെ, റിലേഷൻഷിപ്പിലാവാനായിക്കോട്ടെ, ഇനി കല്യാണം കഴിക്കാനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പാർട്ട്ണറിനെ കണ്ടുപിടിക്കുമ്പോൾ ബി വെരി കെയർഫുൾ, ബി വെരി മൈൻഡ്ഫുൾ എന്നുള്ളത് മൊത്തം പറഞ്ഞു കൊടുക്കുക. ടോക്സിസിറ്റി എന്നുള്ളൊരു സാധനം ഒഴിവാക്കാനായിട്ട് മാക്സിമം പറഞ്ഞു കൊടുക്കുക. പിന്നെ എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേറെ വരുന്ന, ഒബ്സർവേഷൻ ലേണിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ വേറെ വരുന്ന സാധനമാണ് മൊബൈൽ ഫോണും ടി വി. സോ മൊബൈൽ ഫോണിൽ പറയുകയാണെങ്കിൽ ഗെയിം ആക്ടിവിറ്റീസ്. ഗെയിംസ് വളരെയധികം അഗ്രസീവ് തോട്ട്സ് ഉണ്ടാക്കാനും അഗ്രസീവ് ബിഹേവിയറിനും ക്രൈംസ് റേറ്റ് കൂട്ടാനും വളരെയധികം കാരണമാകുന്നെന്ന് റിസർച്ച് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗെയിംസ് എടുക്കാം നമുക്ക്. ഗെയിംസ് ലൈക്ക് പബ്ജി, ഫോർ എക്സാമ്പിളാണ് പബ്ജി. പബ്ജിയിൽ എന്താ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതിലെന്താ നടക്കുകയെന്ന്. ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ കൂടെയുള്ള മനുഷ്യന്മാരെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അതിൽ നടക്കുന്നത്. കൊല്ലുന്നത് കൂടി പ്ലഷർ കിട്ടുകയാണ്, ഭയങ്കര പ്ലഷർ കിട്ടുക, അല്ലെങ്കിൽ പൈസ കിട്ടും. അതിൻ്റെ കൂടുതൽ ടെക്നിക്കൽസ് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ പ്ലഷർ കിട്ടും, പിന്നെ പൈസ കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് കളിക്കുന്ന സമയത്ത് ആ കുട്ടി ഇതിങ്ങനെ ഒരു ലിമിറ്റില്ലാണ്ട് ഇതിങ്ങനെ കളിച്ച് വരുമ്പോൾ അറ്റ് എ പോയിന്റ് ഹി ഡോണ്ട് റിയലൈസ് വാട്ട് ഈസ് റിയാലിറ്റി ആൻഡ് വാട്ട് ഈസ് ഫിക്ഷൻ എന്നുള്ളത്. വെർച്വൽ ഫിക്ഷൻ വേൾഡ് എന്താണെന്നുള്ളതും റിയാലിറ്റിയിൽ ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് ഈ കുട്ടി മറന്നു പോവാണ്. സോ പാരൻസ് ബി കെയർഫുൾ വാട്ട് ടൈപ്പ് ഓഫ് ഗെയിംസ് യുവർ കിഡ്സ് ആർ പ്ലേയിങ്. അതുപോലെ തന്നെ ഹൗ മച്ച് ടൈം ആർ ദി ടേക്കിംഗ് ഓർ ഹൗ മച്ച് ടൈം ആർ ദി സ്പെൻഡിങ് ഇൻ സൈഡ് എ ഗെയിം. ഈ 2 ഫാക്ടേഴ്സും നന്നായിട്ട് നോക്കാം. പിന്നെ ഉള്ളത് ടി വിയിൽ എന്താണ് അവർ കാണുന്നത് എന്നുള്ളതും നന്നായിട്ട്. നമ്മുടെ പണ്ടത്തെ മുതൽ മൂവീസിലൊക്കെ ഹീറോയിസത്തിൻ്റെ ഒരു മെയിൻ ഇതാണ് അടി എന്നുള്ളത്. ഒരാളെ അടിക്കുമോ അയാളെ അങ്ങ് കൊന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആയിട്ടാണ് പണ്ട് മുതൽ എല്ലാ മൂവീസിലും, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള എല്ലാ മൂവീസിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. സോ അതൊക്കെ ഇപ്പം നമുക്കൊരു വലിയൊരാൾക്ക് അത് കാണുമ്പോൾ നമുക്കറിയാം, ഓക്കെ അത് ഫിക്ഷനാണ്, അത് അവർ ഉണ്ടാക്കുകയാണ്, അല്ലാണ്ട് ശരിക്കുമുള്ളൊരു കാര്യമാവില്ല. പക്ഷെ അതൊരു കുഞ്ഞു കുട്ടിക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. അതുകൊണ്ട് പിള്ളേരെ കാണിക്കുമ്പോൾ മിനിമം നല്ല മൂവീസ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂവീസൊക്കെ കാണിക്കാൻ നോക്കുക. ഇനി അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇതിങ്ങനെയൊന്നും അല്ല നടക്കുന്ന റിയൽ വേൾഡിൽ, ഇത് ജസ്റ്റ് സിനിമയാണെന്നുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് എന്തായാലും ബിൽഡ് ചെയ്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് തിയേറ്ററിൽ ഇറങ്ങിയ ഒരു മൂവി മാർക്കോ, വി നോ ദാറ്റ് ഇറ്റ്സ് വെരി വയലൻറ്റ്. അത് പക്ഷേ 18+ ആയിരുന്നു. സോ തിയേറ്ററിൽ കാണാൻ പോയവരെല്ലാവരും 18+ ദെയർ ID കാർഡ് കാണിച്ചിട്ടാണ് അവർക്ക് കയറാൻ പറ്റിയതൊക്കെ. സോ അതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു OTT, വി ഡോണ്ട് നോ ഹൗ മെനി ഫാമിലീസ് ആക്ച്വലി വിൽ വാച്ച് ഇറ്റ് ആൻഡ് ഹൗ മെനി കിഡ്സ് വിൽ ബി വാച്ചിങ് ഇറ്റ്. അപ്പോൾ ആ ഓരോന്നൊക്കെ കാണുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് അതൊക്കെ ഇങ്ങനെ വരിക, ഓക്കെ ദിസ് ഇസ് കൂൾ എന്നുള്ളൊരു, ഇത് അടിപൊളിയാണ് എന്നുള്ളൊരു സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ മൈറ്റ് ഓൾസോ ഡു ദാറ്റ്. നോ, അവരും ഓക്കെ എനിക്കും കൂളാവണം എന്നുള്ള രീതിയിൽ അവരും അത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ that makes aggressive thoughts in people, that increase the rate of crime in the world. So this is the second reason, environment, observational learning. Appo parents, please make sure that you know what they are watching and how much time they are taking to watch it, and also please be mindful about the situation that you are creating for them. പൊതുവെ നന്നായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ, ഫാമിലീസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികൾക്ക് ഗ്രോ ചെയ്യാനുള്ള. കൂടുതൽ അടിയും പിടിയൊന്നും ഇല്ലാതെ പോവുക. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രൈവറ്റ്ലി കുറച്ച് ചെയ്യാൻ നോക്കുക, രാദർ ദെൻ ബീങ് ഷൗട്ടിങ്. അവരുടെ മുമ്പിൽ അവർക്ക് അത് കുറച്ച് വലുതാവുമ്പോൾ ട്രോമ എന്ന് പറയുന്നൊരു സാധനം വല്ലാണ്ട് ബിൽഡ് ചെയ്യാനായിട്ട് അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആ കുട്ടീനെ കുറച്ചും കൂടെ വലുതാവുമ്പോൾ. ഇപ്പം ചിലപ്പോൾ അവർക്ക് അറിയുണ്ടാവില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ടീനേജൊക്കെ കഴിയുമ്പോൾ ആ ട്രോമയുടെ എഫക്റ്റ് വിൽ ബി വെരി ഹൈ. അപ്പോൾ ഉണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രൈവറ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. എൻവയോൺമെൻറ്റ് മോസ്റ്റ്ലി പീസ്ഫുള്ളാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അല്ലെങ്കിൽ അവർ ഇതുപോലെ തന്നെ വെൻ ദേ സീയിങ് ദ സെയിം തിങ് ദേ വിൽ ഡു ദ സെയിം തിങ്. നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഫ്രണ്ട് സർക്കിൾ. സോ നമുക്കറിയാമല്ലേ ഫ്രണ്ട്ഷിപ്പ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓരോ വ്യക്തിൻ്റെ ജീവിതത്തിലും ആരായിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആക്ച്വലി ഭയങ്കര വലുതാണ്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ പാരൻസിനോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് നല്ല ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പാരൻസിന് ആ ഒരു ടെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അത് ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനും അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു മുതലേ ഉള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. സോ ഫ്രണ്ട്സിൻ്റെ റോള് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വലുതാണ്. പക്ഷെ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഭയങ്കര വലുത് തന്നെയാണ്. സോ അത്ര മനോഹരമായിട്ടുള്ളതും അതുപോലെ തന്നെ ചിലപ്പോൾ ഭയങ്കര മോശമാവാനും ഉള്ള 2 രീതിയും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. സോ
ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുക, നല്ല ഗ്രൂപ്പ്സ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക, ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു കുഞ്ഞ് ഏജിൽ ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടിയാണ് മോടെ ഫ്രണ്ട്സിനെ എടുക്കുമ്പോൾ മര്യാദയ്ക്ക് നോക്കിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. പിന്നെ ഒരു ടീനേജ് ആകുമ്പോഴും ഫ്രണ്ട്സിനെ നന്നാക്കി നോക്കിയെടുക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ പോകുന്നത് ഒരിക്കലും ഓക്കെ നല്ല ഫ്രണ്ട്സിനെ ഞാൻ നോക്കിയെടുക്കണം അങ്ങനെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് വേയിലൊന്നും അത് പോവില്ല. എനിക്കിഷ്ടമുള്ള ഫ്രണ്ട്സിനെ ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പം അത് മോസ്റ്റ്ലി പാരൻസിന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും അറിയുക എന്നുള്ളതാണ്. ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എവിടേക്കാണ് ആ ഫ്രണ്ട്സ്, എങ്ങനെയുള്ളവരാണ്, അവരുടെ ബിഹേവിയർ എന്താ, അവരുടെ പാരൻസിനെ അറിയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് നമുക്ക് പാരൻസിനെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറഞ്ഞ് ആ കുട്ടീനെ പുറത്തൊന്നും വിടാതെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് വളർത്താനല്ല പറയുന്നത്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ഷെല്ലിൻ്റെ ഉള്ളിലിട്ട് വളർത്തി കഴിഞ്ഞാൽ അവർക്കൊരു സ്പേസ് കിട്ടിയാൽ അവരത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ മോശം രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പക്ഷെ ആ കുട്ടികളായിട്ട് നമ്മളൊരു ഫ്രണ്ട്ലി വേ കീപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടികൾ ഓരോ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമ്പോൾ നമ്മളോട് വന്ന് പറയും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവൻ്റെ കൂട്ട്, അങ്ങനെയുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് ഇപ്പോൾ ഒരു ഫ്രണ്ട് എന്തെങ്കിലും മോശം കാര്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് എന്തിനാ കൂട്ടുകൂടണേ എന്ന് പറയുന്നതിനപ്പുറം പറഞ്ഞു കൊടുക്കുക ഓക്കെ അത് തെറ്റാണ്, നീയും ആ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കണം അത് തെറ്റാണെന്നുള്ളത്. പിന്നെ മോനെ ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളത് നല്ല രീതിയിൽ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. പിന്നെ അതിൽ വേറൊരു കാരണമുള്ളത്, കുഞ്ഞു പിള്ളേർ വലിയ ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാറുണ്ട്. പലയിടത്തും കാണാറുണ്ട് അത്. അപ്പോൾ സ്കൂളിൽ നിന്ന് ആയിക്കോട്ടെ, സ്കൂളിലെ സീനിയേഴ്സ് ആയിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കോളേജസിലെ ആൾക്കാരായിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു പരിധിവരെ നല്ലതാണ്. നമ്മൾ സീനിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാൾ അറിവുള്ളവരായിട്ട് നമ്മൾ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ചില സമയത്ത് കുറച്ചത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് പൊതുവേ ഈ കുഞ്ഞു കുട്ടികളുടെ ഒരു 7th പഠിക്കുന്ന 8th പഠിക്കുന്ന ഒക്കെ കുട്ടികൾക്ക് ആ ടൈമിൽ കുട്ടികൾക്ക് എന്തായാലും ഒരു ഡിഗ്രി പഠിക്കുന്ന ആളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ആവശ്യമൊക്കെ വരണം. നമ്മളിപ്പോൾ ഒരു കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് സീനിയേഴ്സൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യം വരും. നമ്മൾ കോൺടാക്ട് കീപ്പ് ചെയ്യാനും നമ്മുടെ സോഷ്യൽ സർക്കിൾ വലുതാക്കാനും ഒക്കെ. പക്ഷെ ഒരിക്കലും ഒരു സ്കൂളും ഹൈസ്കൂളിലും ഒന്നും പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര വലിയ ആൾക്കാരായിട്ടുള്ളൊരു ഗ്യാങ്ങപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്യാങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞു കുട്ടി പെട്ടുപോകുമ്പോൾ വലിയവർ സംസാരിക്കുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു കുഞ്ഞു കുട്ടിയുടെ ഏജിന് പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ആ കുട്ടി അതിലേക്ക് ഫിറ്റ് ആവാൻ നോക്കുക. അതിനെ പിയർ പ്രഷർ എന്ന് നമ്മൾ പറയും. അവരെല്ലാവരും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുട്ടി അതിലേക്ക് ഫിറ്റ് ആവാൻ നോക്കുക. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് മോറലി ഇഷ്ടമില്ലാത്ത പലതും ഇവർക്ക് ചെയ്യേണ്ടി വരുന്നു. കാരണം അവർ ആ ഒരു ഗ്യാങ്ങിലായതുകൊണ്ട്. സോ അതുകൊണ്ട് പാരൻസ് മാക്സിമം ട്രൈ ചെയ്യുക കുറച്ചും കൂടെ വലുതായിട്ടുള്ള ആൾക്കാരായിട്ട് അങ്ങനെ വലിയ കൂട്ട് വെക്കാതെ ഉള്ളത് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് കാര്യം എന്നുള്ള കുട്ടികൾ എന്തുണ്ടെങ്കിലും വന്ന് പറയാനുള്ളൊരു രീതി നിങ്ങൾ ആദ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ വന്ന് പറയും. അപ്പം നമുക്കതൊരു പരിധിവരെ നല്ലോണം ഒന്ന് മോണിറ്റർ ചെയ്ത് ശരിയാക്കാൻ പറ്റും. അവർക്ക് പറഞ്ഞു കൊടുത്ത് നമുക്ക് നോക്കിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് കീപ്പ് ചെയ്യുക. മോസ്റ്റ്ലി ടീനേജ് പിള്ളേരായിട്ട് ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ വിച്ചെവർ ജെൻഡർ ഇറ്റ് ഇസ്, കീപ്പ് വെരി ഫ്രണ്ട്ലി പ്രൊഫൈൽ വിത്ത് ദം. അവരെന്തുണ്ടെങ്കിലും വന്ന് പറയാൻ ഒന്നും പേടിക്കരുത് അവർ പറയാനായിട്ട്. അതിപ്പോൾ എന്ത് മോശം കാര്യമാണെങ്കിലും അവർ പേടിക്കരുത് എന്നുള്ളൊരു ലെവലിൽ നിങ്ങളത് നിർത്തി കൊടുക്കുക. അപ്പോൾ അവരെന്തുണ്ടെങ്കിലും വന്ന് പറയും. സോ അവരുടെ ഫ്രണ്ട് സർക്കിൾ ഒന്ന് അറിയുക. അവരാരൊക്കെയാണ് എന്തൊക്കെയാണ് ആരൊക്കെയായിട്ടാണ് കൂട്ട് എന്നുള്ളത് നന്നായിട്ടൊന്ന് അറിയുക. അതൊന്ന് മോണിറ്റർ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ 4th കോഴ്സിലേക്ക് പോകാം. അത് യൂസ് ഓഫ് ഡ്രഗ്സ്. അത് നമ്മുടെ ലാസ്റ്റ് കോഴ്സാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഡ്രഗ്സ് എന്താണെന്ന് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം. പക്ഷേ കുറേ പേർക്ക് അറിയുന്ന ആൽക്കഹോളും നമ്മുടെ സിഗരറ്റും അല്ലാണ്ട് വേറെ കുറേ ഡ്രഗ്സ് ഉണ്ട്. ആൽക്കഹോൾ, നിക്കോട്ടിൻ, ഹെറോയിൻ, മെത്ത്, കൊക്കെയിൻ, മാജിക് മഷ്റൂം ഈ അടുത്ത് നമ്മുടെ ഹൈക്കോടതി ഡ്രഗ് അല്ല എന്നുള്ളൊരു ലീഗലാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. അവരതിൽ പറഞ്ഞത് അതൊരു ഫംഗസ് ആണെന്നുള്ള രീതിയിൽ അത് ലീഗലാക്കിയെന്നാണ്. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഈ മുകളിൽ പറഞ്ഞ ഡ്രഗ്സിൽ ഒന്നും എല്ലാത്തിലും ഉള്ളൊരു സൈഡ് എഫക്റ്റ് തന്നെ ഇതിലുണ്ട്. അല്ലാണ്ട് സൈഡ് എഫക്ട്സ് ഇല്ല എന്നൊന്നുമില്ല. അത് ഫിസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ മസിൽസ് വീക്ക് ആവുക, പ്യൂപ്പിൾ ഡൈലേറ്റ് ആവുക, ഹാർട്ട് ബീറ്റ് കൂടുക, ബ്രീത്തിങ് റേറ്റ് കൂടുക, ഇതെല്ലാം കൂടും. ഇത് നമ്മൾ അതിൻ്റെ മെൻ്റലി പറയുകയാണെങ്കിൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവും. സോ ഹാലൂസിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്തത് കണ്ടുവെന്ന് വിചാരിക്കുന്ന അവസ്ഥ, കേൾക്കാത്തത് കേട്ടുവെന്ന് കണ്ടുവെന്ന് ആവുന്ന അവസ്ഥ. ഓഡിറ്ററി ഹാലൂസിനേഷൻ, വിഷ്വൽ ഹാലൂസിനേഷൻ ആണത് രണ്ടെണ്ണം. ഇത് വരാൻ നല്ല സാധ്യതയുണ്ട്. ആൻസൈറ്റി ഇൻക്രീസ് ചെയ്യും, സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ പാരനോയ എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ സസ്പെക്ട്, എല്ലാവരെയും ഒരു സംശയത്തോടെ കാണുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
ഈ മാജിക് മഷ്റൂമിലുണ്ട്. ഇതിൽ വരുന്ന ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലോസൈബിൻ എന്നാണ് പറയുക. ഈ സിലോസൈബിൻ നമ്മുടെ ഇൻജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ അതിനെ സിലോസിൻ എന്ന് പറയുന്ന ഒരു ഡ്രഗിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഡ്രഗ്സിൽ ഇത് കഴിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവുക. പിന്നെ എന്തിനാണ് അത് ലീഗലി ആക്കിയത് എന്ന് മനസ്സിലായില്ല. ബട്ട് സ്റ്റിൽ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ സൈഡ് എഫക്ട്സ് എല്ലാ ഡ്രഗ്സിലും ഉള്ളത് തന്നെയാണ്, അല്ലാണ്ട് മാജിക് മഷ്റൂമിൽ മാത്രമല്ല എല്ലാത്തിനും ഇതാണ്. സോ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഓരോ ഫങ്ഷൻസ്, ഡിസിഷൻ മേക്കിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്പൾസ് കൺട്രോളോ ഇമോഷണൽ റെഗുലേഷനോ, ഇതൊക്കെ നമ്മുടെ ഓരോ പാർട്ട് ഓഫ് ബ്രെയിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു ഫോട്ടോ കാണിക്കുന്നത് ഒരു നോർമൽ ബ്രെയിനും സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്തിട്ടുള്ളൊരു ബ്രെയിനാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ്സ് ഒക്കെ കഴിച്ചിട്ടുള്ളൊരു ബ്രെയിനിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ കൂടുതൽ ടെക്നിക്കൽ ടേംസിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോൺസ്, ഇതിനെല്ലാത്തിനും ഇങ്ങനെ മൊത്തത്തിൽ തകിടം മറിക്കുകയാണ് ഈ ഡ്രഗ്സ് എല്ലാം വരുന്ന സമയത്ത്. ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, നമ്മൾ ആലോചിച്ച ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, ഇമ്പൾസ് കൺട്രോൾ ആണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ കൊല്ലാൻ തോന്നിയാൽ കൊല്ലരുത് എന്ന് നമ്മളോട് നമ്മുടെ ഹാർട്ടും ബ്രെയിനും പറയില്ലേ, ആ സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ പോവാതിരിക്കണ്ടേ, അതിനുള്ള ആ ഒരു സാധനമാണ് ഇമ്പൾസ് കൺട്രോൾ. നമ്മളൊരു ഇമ്പൾസിറ്റി നമുക്ക് ചെയ്യണം തോന്നിയാൽ നമ്മൾ ചെയ്യുക. സോ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതാണ് ഇമ്പൾസ് കൺട്രോൾ. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഇമോഷൻ റെഗുലേഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ളത്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം ഒന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള ഈ ഒരു കഴിവുകൾ മൊത്തം ബ്രെയിൻ്റെ. ഈ ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഈ ബ്രെയിനിനുള്ള ഈ കഴിവ് മൊത്തം പോവുക. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു. നമ്മളിപ്പോൾ നേരത്തെ ആദ്യം കണ്ട കേസസ് നോക്കുകയാണെങ്കിൽ ആ കുട്ടി ഡ്രഗ്സിന് ഫസ്റ്റ് രണ്ട് കേസ് ഡ്രഗ്സാണ്. ആദ്യത്തെ ആൾക്ക് ഡ്രഗ്സ് കഴിക്കാനുള്ള പൈസ കിട്ടിയില്ല, അതുകൊണ്ട് കൊന്നു. ആ ഡ്രഗ്സിന് ഒരു പരിധി കൂടുതൽ അഡിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവും ആ ഒരു ഇമ്പൾസ് കൺട്രോൾ ഇല്ലാണ്ടാവുക. അതുകൊണ്ട് ആ കുട്ടി അമ്മേനെ കൊന്നു. അടുത്ത ആൾ ഇതുപോലെ തന്നെ ഡ്രഗ്സിന് ചോദിച്ചു, പൈസ കിട്ടിയില്ല, മുത്തശ്ശൻ അമ്മേനെ കൊന്നു. പിന്നെ അടുത്ത ആളുടെ വരുന്നത് മൊബൈൽ ഫോണാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡ്രഗ് യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. സോ അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അറിയില്ലാത്തതുകൊണ്ട്. മൊബൈൽ നമ്മൾ നേരത്തെ എൻവയോൺമെൻറ്റിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തു. സോ ഡ്രഗ് യൂസ് വളരെ വളരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൽ. അപ്പോൾ പാരൻസ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ കിഡ് ഇസ് നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദിസ്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ആൽക്കഹോൾ നമുക്കറിയാം, ഈസിലി അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ, എവിടെ വേണോ പോയി മേടിക്കാം, കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള ഡ്രഗ്സ് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ അല്ല. പക്ഷേ പ്രൈവറ്റ്ലി കുട്ടികൾക്കൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് അറിയാം. മേടിക്കാനും വലിയ കുഴപ്പമില്ല. എന്തെങ്കിലും പൈസ ഒന്ന് ഒപ്പിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് ഈസിലി അവൈലബിൾ ആണ്. സോ പാരൻസ് പറഞ്ഞു കൊടുക്കുക ഇത് നോട്ട് ഗുഡ് എന്നുള്ളത് പറയുക. പിന്നെ ഒരു പരിധി ഉണ്ട് നമുക്ക് പറയുന്നതിൽ. സോ ആ ഒരു പറയുന്ന ടോണും നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. കൂടുതലൊരു ചീത്ത എന്നുള്ള രീതിയിൽ പറയാണ്ട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇനി അഥവാ കുട്ടി ഇത് യൂസ് ചെയ്തിട്ട് ഒരു പരിധി കടക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക, സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുക. ആ ഒരു ടൈമിൽ നമുക്ക് ആ കുട്ടീനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇഫ് യു ഫീൽ ലൈക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അവനിങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെ അവളിങ്ങനെ ചെയ്യുന്നുണ്ട്, ജെൻഡർ ഈക്വൽ ആണ് ഇവിടെ കേട്ടോ, രണ്ട് ജെൻഡേഴ്സും രണ്ടു പേർക്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും ഈക്വൽ പ്രോബബിലിറ്റി ആണ് ഇതിലേക്ക് പോകാനായിട്ടുള്ളത്. നമ്മൾ കൂടുതൽ വിചാരിക്കുമ്പോൾ ഓക്കെ ഫീമെയിൽസ് പോകുന്നില്ല എന്നുള്ളതുണ്ട്. പക്ഷെ അത് പുറത്ത് കുറച്ച് കേരളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ പുറത്ത് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്കറിയാം ഫീമെയിൽസ് ആർ ഈക്വലി ഇൻവോൾവ്ഡ് ഇൻ ദിസ് വിത്ത് ദ മെയിൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽസ് ആയിക്കോട്ടെ ആരായാലും പ്രൊഫഷണൽ ഹെൽപ്പ് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് പ്രൊഫഷണൽ ഹെൽപ്പ് തരുക വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം വീഡിയോൻ്റെ. സോ ഒരു 3 ഡിസോർഡേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ODD, ദാറ്റ് ഇസ് ഒപ്പോസിഷണൽ ഡീവിയൻറ്റ് ഡിസോർഡർ. സെക്കൻഡ് വൺ ഇസ് CD, that is conduct disorder, and third one is ASPD, that is ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ ഇത് ഈ ക്രൈംസിന് ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടാകുന്ന ഒരു ഡിസോർഡേഴ്സാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ODD. ഈ ODD ഉണ്ടാകുന്നത് ഒരു 8 വയസ്സിന് മുന്നേ ഉള്ള ആ ഒരു കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിക്കാതിരിക്കുക, ഭയങ്കരമായിട്ട് കള്ളം പറയുക. കാരണം കള്ളം പറയുന്നത് നിർത്താൻ പറ്റുന്നില്ല, ആവശ്യമില്ലാത്ത കുഞ്ഞു കാര്യത്തിനൊക്കെ കള്ളം പറയുക. അതുപോലെ തന്നെ അതോറിറ്റീനെ അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികളിൽ ഒരു അതോറിറ്റി ഉള്ള ആളിപ്പോൾ ഒരു സ്കൂളിലെ ടീച്ചേഴ്സോ പ്രിൻസിപ്പലൊക്കെ ആയിക്കോട്ടെ, വീട്ടിൽ അമ്മയും അച്ഛനും ആയിക്കോട്ടെ, ഇവരോടൊക്കെ ഒരു വല്ലാണ്ടൊരു ദേഷ്യം, അങ്ങനെ റൂൾസോ റെഗുലേഷൻസോ ഒന്നും അനുസരിക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ODD, ഒപ്പോസിഷണൽ ഡീവിയൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസോർഡർ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അപ്പം തന്നെ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക. അപ്പം തന്നെ നമുക്കതൊന്ന്
ചേഞ്ച് ചെയ്തെടുത്ത് അവർക്ക് വേണ്ട ഹെൽപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒപ്പോസിഷണൽ ഡീവിയന്റ് ഡിസോർഡർ ശ്രദ്ധിക്കാതായി നമുക്ക് മനസ്സിലാവാതായി ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ വരുന്നതാണ് CD എന്ന് പറയുന്ന ഡിസോർഡർ. ദാറ്റ് ഇസ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയാം. ഇത് ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്, ഒരു അഡോളസെൻ്റ് ഏജിൽ എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സ് മുന്നിലും 10 വയസ്സ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കാണപ്പെടുന്നതാണ്. ഇത് വരുന്നത് ഈ ODDൻ്റെ നമ്മൾ ആദ്യം കണ്ട ഡിസോർഡറിൻ്റെ അടുത്തൊരു സ്റ്റേജ് ആയിട്ടാണ് ഈ CD വരിക. എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ കള്ളം പറയുന്നതിൻ്റെ ഒപ്പം ഇത് കള്ളം പറയുന്നതിൻ്റെ ഒപ്പം കള്ളത്തരം ചെയ്യുക, കട്ടെടുക്കുക, കടയിൽ നിന്നൊക്കെ പോയിട്ട് കട്ടെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ആനിമൽസിനെയോ അല്ലെങ്കിൽ ഹ്യൂമൻസിനെയൊക്കെ ഉപദ്രവിക്കാനുള്ളൊരു ടെൻഡൻസി വരിക, ആനിമൽസിനെയൊക്കെ ഉപദ്രവിക്കുക, ഇപ്പോൾ സാധനങ്ങൾ നശിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി വരിക, വീട്ടിൽ നിന്ന് ഓടിപ്പോവുക. സോ ഇതൊക്കെ ഈ ഒരു CDയുടെ അടിയിൽ വരും, കണ്ടക്ട് ഡിസോർഡർ. ഇതൊക്കെ ഒരു പ്രാവശ്യം ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും ഒന്ന് കട്ടെടുത്ത് പോയി, ഇതുകൊണ്ടൊന്നും കണ്ടക്ട് ഡിസോർഡർ അല്ല, ഇതുകൊണ്ട് ഈ ഡിസോർഡേഴ്സ് ഒന്നും അല്ല. ഇതൊക്കെ ഒരു പരിധിയുണ്ട്, ഇതിനൊക്കെ ഓരോ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് വേറെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഡീപ്പായിട്ടല്ല പറയുന്നത്, ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഒരെണ്ണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എൻ്റെ കുട്ടിക്ക് കണ്ടക്ട് ഡിസോർഡർ ആണെന്നൊന്നും പറഞ്ഞു പോരുത്. പക്ഷേ ഇങ്ങനെ നമുക്കിത് ഒരു പരിധിയിൽ കൂടുതൽ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് തേടാം. ഇനി ODD CD കഴിഞ്ഞ് അടുത്ത് വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ASPD, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുക. അപ്പോൾ ഈ ഇത്ര നാൾ ഒരു 18 ഇയേഴ്സ് വരെ ഈ ODD CD ഒക്കെ ഉണ്ടായിട്ട് വല്ലാണ്ട് ട്രീറ്റ് ചെയ്യാണ്ട് പോയി ഒരു പരിധിയിൽ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ അത് മാറും. അപ്പോൾ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് 18 ഇയേഴ്സ് പ്ലസ് കഴിഞ്ഞ് 18 കഴിഞ്ഞാലേ അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുള്ളൂ. ഇതിൽ വരുമ്പോൾ എല്ലാം കുറച്ചും കൂടി സിവിയറാണ്. ക്രൈം ചെയ്യാനുള്ളൊരു പ്രേരണ, അതുപോലെ ഇപ്പോൾ കൊല്ലുകയാണെങ്കിലോ ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിലോ അതൊക്കെ ചെയ്യാനുള്ളൊരു ത്വര വരിക. അതുപോലെ തന്നെ ഇത് ഒരു റിമോഴ്സ് ഇല്ലാണ്ടാവുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മനുഷ്യനുള്ള രീതിയിൽ നമുക്കൊരു ഗിൽട്ട് വേണ്ടേ, അതില്ലാണ്ടാവുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് കേസിൽ കണ്ടതിൽ ആ കുട്ടിക്ക് ഒട്ടും ഗിൽട്ടില്ല എന്നുള്ളത് അതിൽ കണ്ടു. അതിൽ കാണിക്കുന്നുണ്ട് എനിക്ക് ജന്മം തന്നതിനുള്ള ശിക്ഷയാണെന്നുള്ളത് പറയുന്നുണ്ട്, അമ്മേനെ കൊന്നത്. അപ്പോൾ ഒട്ടും ഒരു തരത്തിലുള്ള റിമോഴ്സും ഇല്ല, ഞാൻ ചെയ്തു അതിനിപ്പോൾ എന്താ, ആ ഒരു വ്യൂവിൽ എത്തുന്ന ഒരു സമയമാണ് ഈ ASPD എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കാറ്റഗറീസാണ് ഒരു ക്രൈമിനെ നമുക്ക് ബേസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും സിംറ്റംസ് ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ കാണുകയാണെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടാൻ ഒട്ടും പഠിക്കരുത്. കാരണം നിങ്ങളുടെ കുട്ടീൻ്റെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അല്ലാണ്ട് ഓക്കെ ഞാനിപ്പോൾ എൻ്റെ കുട്ടീനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ എൻ്റെ കുട്ടിക്ക് പ്രാന്താന്ന് പറഞ്ഞ് പരുത്തും. അതുകൊണ്ട് കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ചിന്ത നമ്മൾ ഇനി മാറ്റേണ്ട സമയമായിരിക്കണം. കാരണം പണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പണ്ട് ഉണ്ടായപ്പോഴും നമുക്ക് ഇതായിരുന്നു അസുഖം എന്നറിയില്ലായിരുന്നു. പണ്ട് ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, എന്തോരം സ്യൂസൈഡ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് സ്യൂസൈഡിൽ വന്നതെന്നുള്ളത് അന്നാരും ചിന്തിച്ചിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗം പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും വിശ്വസിക്കുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് കാലം മാറി. അതുപോലെ തന്നെ ജനറേഷൻസ് വളരെ വളരെ മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ ഇതിനൊക്കെയുള്ള അവയർനെസ് കൂടി. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പറ്റില്ല. അല്ലാണ്ട് ഇപ്പോൾ നാട്ടുകാരെന്ത് പറയണു, വീട്ടുകാരെന്ത് പറയണു, അല്ലെങ്കിൽ ഇപ്പോൾ 6 വയസ്സുള്ള കുട്ടിക്ക് 28 വയസ്സ് കഴിയുമ്പോൾ കല്യാണാലോചന എങ്ങനെ വരും എന്ന് പറഞ്ഞു ഓർത്തിട്ട് കുട്ടീനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഒരു ക്രിമിനലാക്കി എടുക്കരുത്. സോ ഇങ്ങനെ എന്തെങ്കിലും തേടുകയാണെങ്കിൽ അപ്പോൾ തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നത് വളരെ അത്യാവശ്യം തന്നെയാണ്. നല്ലൊരു സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ കാണിക്കുക. അതൊരിക്കലും ഒരു മോശം കാര്യമായിട്ട് എടുക്കാൻ നിൽക്കരുത്. കാരണം പനി വന്ന് നമ്മുടെ കുട്ടിക്ക് പനി ഉണ്ടെങ്കിൽ അത് ന്യൂമോണിയ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കില്ലല്ലോ. സോ അതുപോലെ തന്നെ പനി വന്നാൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പോലെ ഇപ്പോൾ നിങ്ങൾക്ക് ODDയുടെ സിംറ്റംസ് ഒക്കെ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ഒന്ന് കാണിക്കുക. അല്ലാണ്ട് അത് ASPD ആവാനായിട്ട് നിൽക്കരുത്. ഇതിൽ പറയുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മറ്റേ ഷോക്ക് കൊടുത്ത് മൂവീസിലൊക്കെ കാണിക്കുന്നു അങ്ങനെയൊന്നും അല്ല. അതിന് പല ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ ഇതിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി തെറാപ്പീസ്, സൈക്കോതെറാപ്പി, പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം ODDൻ്റെ ഒപ്പം ADHD ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ADHD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. സോ അതിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻസ് കാര്യങ്ങളുണ്ടാവും. അല്ലാണ്ട് തെറാപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളൂ ഇത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. I hope this helped you get to know something that you never knew. Thank you so much for listening. Bye.